നമ്മുടെ സംസ്ഥാനത്ത് സ്ത്രീജനങ്ങൾക്ക് 1000 രൂപ ലഭിക്കുന്ന ഒരു പദ്ധതി ഒക്ടോബർ മാസം നടപ്പിലാകുകയുണ്ടായി. അപ്പോൾ ആ പദ്ധതി വന്നപ്പോൾ മുതൽ ഭയങ്കര തിരക്കും മറ്റ് കാര്യങ്ങളാൽ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഈ അപേക്ഷ ചെയ്യുവാൻ വേണ്ടി ശ്രമിച്ച ആളുകളാണ് നമ്മുടെ കൂട്ടത്തിലുള്ള മിക്ക ആളുകളും. അപ്പോൾ ആ അപേക്ഷയിൽ കാര്യമായിട്ടുള്ള അപാകതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആയതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ റിട്ടേൺ ടു സിറ്റിസൺ എന്നുള്ള രീതിയിൽ ഈ അപേക്ഷകൾ തിരിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഒരുമാതിരി ആളുകൾ നല്ലതായിട്ട് റെസ്പോണ്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിച്ചിട്ട് നിങ്ങളുടെ ഈ പറഞ്ഞ 1000 രൂപ പദ്ധതിയുടെ അരികിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം അത് അതുപോലെ ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് ഫോൺ നമ്പറിലാണ് ഈ അപേക്ഷ ചെയ്യുവാൻ വേണ്ടി നിങ്ങളുടെ കോമൺ സർവീസ് സെൻറ്ററിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ അക്ഷയ സെൻറ്റർ മുഖേനയോ ചെയ്തതെങ്കിൽ ആ നമ്പറിൽ നിങ്ങൾ കെ-സ്മാർട്ടിൽ ലോഗിൻ ചെയ്ത് നോക്കുക. ഈ ആപ്ലിക്കേഷൻ കറക്റ്റായിട്ട് ഇപ്പോഴും സബ്മിറ്റഡ് ആണോ കിടക്കുന്നത്, അതോ റിട്ടേൺ ആയിട്ടുണ്ടോ എന്നുള്ളത്. റിട്ടേൺ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ താഴെ കാണിക്കുന്ന പോലുള്ള ഒരു മെസ്സേജ് നിങ്ങളുടെ മൊബൈലിൽ വന്ന് കാണും. അപ്പോൾ ഈ മൊബൈൽ വന്നിട്ടുണ്ടോ എന്ന് നമ്മുടെ ഗുണഭോക്താക്കളെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക. അതോടൊപ്പം തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിൽ നിന്ന് നമുക്കിപ്പോൾ അറിയാൻ കഴിഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ചെയ്ത സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ 1000 രൂപ നടപടി പൂർത്തിയായി വരുന്ന മുറയ്ക്ക് അവർ പഞ്ചായത്തിൽ നിന്നും ഉപഭോക്താക്കളെ നേരിട്ട് വിളിച്ചിട്ട് അവരുടെ സമയമനുസരിച്ചിട്ട് വീട്ടിൽ എൻക്വയറിയും നടത്തുന്നുണ്ട് എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഒരു കസ്റ്റമറിൻ്റെ ഇതുപോലെ തന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരെ വിളിച്ചിട്ട് അവരുടെ വീട്ടിൽ ചെല്ലുകയും ഈ പറഞ്ഞ സ്പെസിഫിക്കേഷൻസ് എല്ലാം അവർ നോട്ടിഫൈ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ വണ്ടിയുണ്ടോ, മറ്റുള്ള കാര്യങ്ങൾ, സ്ക്വയർ ഫീറ്റ് എല്ലാം നോക്കുന്നുണ്ട്. അപ്പോൾ അപേക്ഷ കൊടുത്ത ആളുകൾ അതെല്ലാം കൃത്യമായിട്ട് നോക്കി വെക്കുക. പഞ്ചായത്തിൽ നിന്നും മറ്റും കോള് വരുമ്പോൾ നിങ്ങളവിടെ വീട്ടിലുണ്ടായിരിക്കണം. കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്തിട്ടാണ് ഈ പെൻഷൻ അപ്രൂവ് ചെയ്യുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ, സർക്കാർ ഇത് ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്, ഈ പേയ്മെൻറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. നമുക്കറിയാം, 35 മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കാണ് ഈ പദ്ധതിയിൽ ചേരാൻ അർഹരായിട്ടുള്ളവർ. അപ്പോൾ അവർക്ക് മറ്റുള്ള പെൻഷനുകളോ മറ്റുള്ള ആനുകൂല്യങ്ങളോ ഒന്നും ലഭിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ്. ഇപ്പോൾ നമുക്കറിയാം, ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത ഡേറ്റാബേസ് ഇപ്പോൾ സർക്കാരിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഈ ആധാർ വെച്ച് അവർ വെരിഫൈ ചെയ്യുമ്പോൾ ഈ പറഞ്ഞതിന് വിപരീതമാണെങ്കിൽ നിങ്ങളുടെ അപേക്ഷ റിജക്റ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അപേക്ഷ നമ്മൾ കൊടുത്തതിന് ശേഷം ഈ നമ്മൾ ആദ്യം കൊടുക്കുന്ന സമയത്ത് ഒരുപാട് അപേക്ഷകളുള്ള സമയമായതുകൊണ്ട് ഈ ഒരുമാതിരി ആളുകൾ ഈ പേരുകൾ ശ്രദ്ധിക്കാതെ ആയിരിക്കും അവർ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന്, നിങ്ങളുടെ ആധാറിലെ ഒരു പേരും പിന്നെ നിങ്ങൾ കൊടുക്കുന്ന ജനന തീയതിയിലെ പേരും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അപേക്ഷ റിട്ടേൺ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ റിട്ടേൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 1 and same സർട്ടിഫിക്കറ്റ് എത്രയും പെട്ടെന്ന് തന്നെ, നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഈ 1 and same സർട്ടിഫിക്കറ്റ് എടുത്തു വെക്കുന്നത് നല്ലതായിട്ട് ഗുണം ചെയ്യും. കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ചോദിക്കുന്ന വേളയിൽ തന്നെ നിങ്ങൾക്ക് ആ 1 and same അതിൽ അപ്ലോഡ് ചെയ്ത് ഈ അപേക്ഷ ക്ലിയർ ആക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ 1 and same സർട്ടിഫിക്കറ്റ് എടുക്കുവാൻ വേണ്ടി നിങ്ങൾ ഫസ്റ്റ് വില്ലേജ് ഓഫീസിൽ തന്നെ പോവുക. നിങ്ങളുടെ രേഖകൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചതിന് ശേഷം വില്ലേജ് ഓഫീസർ പറയുന്ന രേഖകളുമായിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള അക്ഷയ സെൻറ്ററിൽ അല്ലെങ്കിൽ മറ്റുള്ള ഓൺലൈൻ സെൻറ്റർ അല്ലെങ്കിൽ കോമൺ സർവീസ് സെൻറ്റർ അല്ലെ സ്വന്തമായിട്ടോ നിങ്ങൾ ഈ അപേക്ഷ ചെയ്യുക. അപേക്ഷ ചെയ്ത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് വേണം ഈ പറയുന്ന നമ്മുടെ റിട്ടേൺ ടു സിറ്റിസൺ വന്നതിൻ്റെ കാരണങ്ങൾ നോക്കിയിട്ട് ഈ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഫെബ്രുവരി മാസം 6-ാം തീയതിയോടുകൂടി ഇപ്പോൾ ഇത് റിട്ടേൺ ആയി വരുന്നുണ്ട്. സബ്മിറ്റഡ് ആണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ റിട്ടേൺഡ് ആണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. റിജക്ഷൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ കാര്യമെന്ന് കൃത്യമായിട്ട് അന്വേഷിക്കുക. വേണമെങ്കിൽ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയിലോ നിങ്ങളുടെ ഏത് പരിധിയിലാണ് വരുന്നത് അവിടെ പോയി കാര്യങ്ങൾ തിരക്കിയതിന് ശേഷം വീണ്ടും അപേക്ഷ കൊടുക്കാൻ പറ്റുന്ന കേസാണെങ്കിൽ വീണ്ടും അപേക്ഷ സമർപ്പിക്കുക. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾ ഈ അപേക്ഷ ചെക്ക് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾക്ക് പൈസ വരുന്ന സമയത്ത്
ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ പെൻഷൻ ലഭിക്കാതിരിക്കാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ ഒരാൾക്ക് പോലും ഈ പെൻഷൻ കിട്ടാതിരിക്കത്തക്ക വിധത്തിലുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഇന്ന് തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തതിന് ശേഷം ഇത് മറ്റുള്ളവരിലേക്കും ഇത് പകർന്നു കൊടുക്കുക. കാരണം വെച്ചാൽ 16 ലക്ഷത്തിന് മുകളിലുള്ള ഉപഭോക്താക്കളാണ്, ഇപ്പോൾ സ്ത്രീജനങ്ങളാണ് ഇതിൽ അപേക്ഷിച്ചിരിക്കുന്നത് ചുരുങ്ങിയ കാലയളവിൽ കൊണ്ട്. അപ്പോൾ ഇതിന് ലാസ്റ്റ് ഡേറ്റ് ഇല്ല. ഇപ്പോഴും നിങ്ങൾക്ക് പുതിയ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. നമുക്കറിയാം നമ്മുടെ കോമൺ സർവീസ് സെൻറ്ററിൽ നിന്ന് 700-800 ആപ്ലിക്കേഷനിലധികം നമ്മുടെ ഒരു സെൻറ്ററിൽ നിന്ന് തന്നെ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നിരവധി സെൻറ്ററുകളിൽ നിന്നും ആപ്ലിക്കേഷൻ ഒരുപാട് പോയിട്ടുണ്ട്. ആദ്യഘട്ടങ്ങളിൽ നമുക്ക് സൈറ്റ് ഇഷ്യൂ മറ്റു കാര്യങ്ങളും ഉള്ളതിനാൽ ഈ പറഞ്ഞ ധൃതിയും ആളുകളുടെ തിരക്കും അനുസരിച്ചിട്ട് അപേക്ഷ പെട്ടെന്ന് ചെയ്തു കൊടുത്തു പോയി. അപ്പോൾ ഈ അപേക്ഷകളിലെ അപാകതകൾ പരിഹരിച്ച് സബ്മിറ്റ് ചെയ്യുവാൻ വേണ്ടി സർക്കാർ ഒരു അവസരം തരുമ്പോൾ നമ്മളത് കൃത്യമായിട്ട് വിനിയോഗിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ ഒന്ന് സഹായിക്കണം. അതോടൊപ്പം തന്നെ ഇനിയും ഇതുപോലുള്ള സർക്കാർ അറിയിപ്പുകളും അതോടൊപ്പം തന്നെ CSC റിലേറ്റഡ് കാര്യങ്ങളും ഒട്ടുമിക്ക ഗവൺമെൻറ് നോട്ടിഫിക്കേഷനും എല്ലാം നിങ്ങൾക്ക് ഈ ചാനലിലൂടെ കാണാവുന്നതാണ്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ. ബൈ ആൻഡ് ടേക്ക് കെയർ.